ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ആയിരക്കണക്കിന് മനുഷ്യ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഒരു ചോദ്യം അവരുടെ മുന്നിലുണ്ട്. ഇനി എങ്ങോട്ട് പോകും? ഇത്തരം ചോദ്യങ്ങളിൽ വളരെ മനസ്സ് അലോസരപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ മനസ്സ് തളരാതെ അവരെ ഒപ്പം ചേർത്ത് നിർത്തുകയാണ് രക്ഷാപ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും. ഇപ്പോൾ അവിടെ ഒരു ജന്മദിന ആഘോഷം നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേപ്പാടി സെൻറ്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി. ഷഹദ് പറയൂ. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും ഈ വയനാട്ടിലുള്ള അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന ഇടത്തെ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ ഈ ദിവസം 5 ആകുന്നു ഈ ദുരന്തം നടന്നിട്ട്. അപ്പോൾ ഈ 5-ാം ദിവസം ആകുന്ന ഘട്ടത്തിൽ നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുകയാണ്. അപ്പോൾ ഈ അതിജീവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഇപ്പോൾ ഒരു അന്തേവാസിയാണ് സുധാകരൻ എന്ന് പറയുന്ന ചേട്ടൻ. ആ ചേട്ടന്റെ പിറന്നാൾ ആഘോഷം ഈ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളും കൊണ്ടാടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു പുതിയ കാഴ്ച, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച. കാരണം ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുന്നത്, കാരണം നമ്മൾ എന്തൊരു ദുരന്തം നടന്നാലും അല്ലെങ്കിൽ എത്തരം സംഭവങ്ങൾ നടന്നാലും അതിനെ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. അതിനെ ഇനി ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങളാണ്, പലർക്കും പലതരത്തിലുള്ള നഷ്ടങ്ങളാണ്. പക്ഷേ അതിൽ സങ്കടപ്പെട്ടിരുന്ന് നമുക്ക് ഇനിയുള്ള കാലം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുകയും അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ മറികടക്കുകയുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള സിസ്റ്റർമാർ, അല്പം മുമ്പ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പിറന്നാൾ ആഘോഷം നടക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള സിസ്റ്റർമാരും അതുപോലെ തന്നെ ഇവിടെയുള്ള വളണ്ടിയർമാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേദനകൾ ഇല്ലാഞ്ഞിട്ടല്ല, സങ്കടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കണം. കാരണം ഒരു സന്ദേശം പുറത്തേക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ തളർന്നിരുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടവും മുന്നേറും, അല്ലെങ്കിൽ ഈ ഒരു കാലവും കടന്നു പോകും എന്നുള്ള ഒരു സന്ദേശമാണ് പ്രധാനമായിട്ടും ഇവർ ഇത്തരം ഒരു ആഘോഷത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതൊരു നല്ല സൂചന കൂടി തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം ഒന്നാകെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന അല്ലെങ്കിൽ വയനാട്ടിലെ മുഴുവൻ ജനതയ്ക്കും ഒപ്പമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നമുക്ക് പലതരത്തിലുള്ള സഹായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ തളർന്നിരിക്കാൻ പാടില്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശമാണ് പ്രധാനമായിട്ടും ഈ ഒരു ആഘോഷത്തിലൂടെ ഈ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ സുധാകരൻ എന്ന് പറയുന്ന ഈ അന്തേവാസിയുടെ പിറന്നാൾ വിപുലമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഇവര് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കേക്ക് മുറിയിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പലരുടെയും കണ്ണുകളൊക്കെ തന്നെ പിറന്നാൾ മധുരം കട്ട് ചെയ്യുകയാണ്. കാരണം അതൊരു സ്നേഹത്തിൻ്റെ മധുരം കൂടിയാണ്, അതൊരു സന്ദേശമാണ്. അത് വെറും ഒരു പിറന്നാൾ മധുരം മാത്രമല്ല, ഈ ഒരു ദുരന്ത കാലഘട്ടത്തിൽ അതൊരു സന്ദേശമാണ്, സ്നേഹമാണ്. അത് പുറത്തേക്ക് നൽകുന്ന സന്ദേശം വലുതാണ്. കാരണം നമ്മളാരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ പിറന്നാൾ മധുരത്തിലൂടെ ഇവിടെയുള്ള ഈ സിസ്റ്റർമാർ അതുപോലെ തന്നെ ഈ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുറേ അധികം മരണങ്ങൾ ഈ ഒരു ദുരന്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കും എന്നൊരു സന്ദേശമാണ് ഈ ഒരു പിറന്നാൾ ആഘോഷത്തിലൂടെ ഇവരെല്ലാവരും തന്നെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നതും. കാരണം ഇവരെല്ലാവരും പൂർണ്ണ അർത്ഥത്തിൽ സന്തോഷവാന്മാരായിട്ടോ സന്തോഷവതികളോ ആയിട്ടോ അല്ല. പലരുടെയും കണ്ണിൽ നിന്ന് ഇപ്പോഴും കണ്ണീര് പൊടിയുന്നുണ്ട്, അല്ലെങ്കിൽ പലരും ഇപ്പോഴും നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വേളയിൽ നമ്മൾ പുറത്തേക്ക് നൽകുന്ന സന്ദേശം, കാരണം തളർന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു ആശ്വാസമാകും, അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമാകും എന്നൊരു സന്ദേശമാണ് ഇത്തരത്തിൽ ഈ ഒരു ആഘോഷം കൊണ്ട് അവർ പ്രധാനമായിട്ടും. ഒരുപക്ഷെ അതിവൈകാരികമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ
അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്ത് ഈ നാടിനെ വീണ്ടും തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, ഈ നാട്ടുകാർ വീണ്ടും ഒന്നിക്കേണ്ടതുണ്ട്, നമ്മളെല്ലാവരും ഇവർക്കൊപ്പമുണ്ട്. ആ ഒരു സന്ദേശം പകർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള യുവാക്കളും അതുപോലെ തന്നെ സിസ്റ്റർമാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയും ഈ ക്യാമ്പിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സുധാകരേട്ടൻ്റെ ബന്ധുക്കളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ ഈ കേക്ക് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റർമാർക്കാണ് ആദ്യമായിട്ട് ഈ കേക്ക് മുറിച്ച് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ചെറിയ കുരുന്നു മക്കളൊക്കെ ഉണ്ട്. ആ മക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് എന്താണ് ഇപ്പോഴും ഈ നാട്ടിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ല. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അങ്ങനെ ഈ ചെറിയ മക്കൾക്ക്, നടുക്കമുണ്ടായ ചെറിയ മക്കളെ പോലും തിരികെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ നിന്ന് ഈറനണിയുന്നുണ്ടെങ്കിലും അത് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് ഒരു പുതിയ സന്ദേശം പുറത്തേക്ക് നൽകുക എന്നതാണ്. കാരണം വിവിധ ക്യാമ്പുകളിൽ, അതായത് ഈ ജില്ലയിൽ തന്നെ നിരവധി ക്യാമ്പുകളിലാണ് ആളുകൾ കഴിയുന്നത്. അപ്പോൾ ആ കഴിയുന്ന ആളുകളൊക്കെ പലരും ഇപ്പോഴും തളർന്നിരിക്കുകയാണ്. ആ തളർന്നിരിക്കുന്നവർക്ക് ഒരു പുതുജീവൻ നൽകാൻ അല്ലെങ്കിൽ അവർക്കൊരു പുതു സന്ദേശം നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടി ഇന്ന് ഈ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഓഡിയൻസിലേക്ക് കൂടി ഒന്ന് പോവുകയാണെങ്കിൽ ഇവിടെ കാണാൻ നമുക്ക് കുറേ അധികം ആളുകളുണ്ട്. ഈ ക്യാമ്പിലിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാവുകയും ഇത്തരത്തിൽ ഈ മധുരം പങ്കിടാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയും അല്ലെങ്കിൽ ഈ സന്തോഷത്തിൽ പങ്കിടാനും ഒക്കെ ആയിട്ട് കുറേ നേരമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ വളണ്ടിയർമാരുടെ ഒരു സാന്നിധ്യം. അവരുടെയും അതുപോലെ തന്നെ ഈ സ്കൂളിലെ സിസ്റ്റർമാരും ഒക്കെയാണ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടിക്ക് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് ഈ വയനാടൻ ജനതയ്ക്കൊപ്പമുണ്ട് എന്നൊരു സന്ദേശം കൂടി ഇതിലൂടെ നൽകുകയാണ്. കാരണം നമ്മൾ ഒരു പുതിയ ചുവടുവെപ്പ് നടത്തുകയാണ്. നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിനെയൊക്കെ മറക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കാരണം സംഭവിച്ചതെല്ലാം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അച്ഛനെ, അമ്മയെ, അതുപോലെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടപ്പെട്ടതിന് ഒന്നും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അതേ സമയത്ത് ഈ ജില്ലയെ, ഈ ജനതയെ ഒക്കെ തന്നെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ ആ തിരിച്ചു പിടിക്കുന്ന വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ തന്നെ നമുക്ക് എന്തായാലും ഇവിടുന്ന് കാണാൻ സാധിച്ചു. SKN എന്തായാലും ഇപ്പോൾ കുറെ അധികം ആളുകൾ ഈ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്. ഈ ഒരു ദുരന്തമുഖത്തും ഇത്തരത്തിലുള്ള ഈ ഒരു കാഴ്ച അത് ഒരു നല്ല കാഴ്ചയാണ്, നല്ല സന്ദേശമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് മറ്റൊരർത്ഥത്തിലല്ല, പ്രത്യേകിച്ച് ഇതൊരു ഷഹദ് റഹ്മാനാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. സുധാകരൻ എന്ന ആളിൻ്റെ ജന്മദിന ആഘോഷമാണ് അവിടെ നടന്നത്. സർവ്വം നഷ്ടപ്പെട്ടു പോയത്. അതായത് അദ്ദേഹം നിർമ്മിച്ച ആകെ ഉണ്ടായിരുന്ന വീട്, പാല് കാച്ചാത്ത വീടാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത്. ആ അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷമാണ് അവിടെ നടന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സൂര്യകല എന്നാണ്. അതായത് പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ആ ഓഡിയൻസിലുള്ള മിക്ക ആളുകൾക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. സുധാകരന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. ഇത്തരം ശ്രമങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. കാരണം മാനസികമായി തന്നെ വല്ലാതെ തളർന്നു പോകുന്ന ഇവർക്കൊക്കെ കൗൺസിലിംഗ് ആവശ്യമായിരിക്കുന്ന ഒരു വേളയിലാണ് മറ്റൊരു കൗൺസിലിംഗ് പോലെ ഈ ജന്മദിന ആഘോഷം അവിടെ നടന്നത്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളവരാണ്. അവർക്ക് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ ഉള്ളൂ. അപ്പം അവരെയാണ് ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ജന്മദിനാഘോഷം ഈ ക്യാമ്പിൽ സംഘടിപ്പിച്ചത്.